അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സൂറത്തുൽ ബഖറ നമ്മൾ അതിൻ്റെ ഒരുപാട് ഭാഗങ്ങൾ വിശദീകരിച്ചു കഴിഞ്ഞു. ഏറ്റവും അവസാനമായിട്ട് നമ്മൾ പറഞ്ഞു, കപടവിശ്വാസികളായിട്ടുള്ള ആളുകൾ അവർ മുസ്ലിങ്ങളുടെ കൂടെ ആവുന്ന സമയത്ത് ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ്, ഞങ്ങൾ നിങ്ങളെപ്പോലെ വിശ്വസിച്ചവരാണ് എന്നൊക്കെ പറഞ്ഞ് കൂടെ കൂടുകയും അവർ ഒറ്റക്കാകുന്ന സമയത്ത് അവരുടെ പൈശാചികമായിട്ടുള്ള ചിന്തകളുടെ കൂടെ അല്ലെങ്കിൽ വാലിമീങ്ങളായിട്ട് ആളുകളുടെ കൂടെ കൂടിയിട്ട് പറയും, ഞങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളെ കൂടെ തന്നെയാണ്, അല്ലാതെ അവരുടെ കൂടെയല്ല, അവരെ ഞങ്ങൾ പറ്റിച്ചതാണ് എന്നുള്ള രീതിയിൽ പറയും. ഈ സമയത്ത് യഥാർത്ഥത്തിൽ അവർ അവരെ തന്നെയാണ് പറ്റിക്കുന്നത്, സ്വന്തത്തെ തന്നെയാണ് പറ്റിക്കുന്നത്. അതിനെക്കുറിച്ചാണ് കൂടുതലായിട്ട് പിന്നെ തൊട്ടടുത്ത് വരുന്ന ആയത്തുകളിൽ വിശദീകരിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു യസ്തഹ്സിഉ ബിഹിം വയമുദ്ദുഹും ഫീ തുഅയാനിഹിം യഅമഹൂൻ. ഉലൈക അല്ലദീന ഇസ്തറവു الضലാലത ബിൽഹുദാ ഫമാ റബിഹത് തിജാറതുഹും വമാ കാനൂ മുഹ്തദീൻ. സത്യത്തിൽ അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് പരിഹസിക്കുന്നത്. എന്ന് വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഇനി സന്മാർഗം നൽകാൻ പോകുന്നില്ല. അവരങ്ങ് കയറൂരി വിടുകയാണ്. എത്രത്തോളം അവർ പോകുന്നു എന്നുള്ളത് മറ്റൊരു സൂറത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. യഗ്ഫിർ ലക്കും മിൻ ദുനൂബിക്കും ഫയുഅഖിറുക്കും ഇലാ അജലിൻ മുസമ്മാ ഇന്ന അജലല്ലാഹി ഇദാ ജാഅ ലാ യുഅഖർ ലൗ കുൻതും തഅലമൂൻ. നിങ്ങളുടെ പാപങ്ങൾ പുറത്തു വരും. ഒരു നിശ്ചിത കാലയളവ് വരെ നിങ്ങൾ അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിഹരിക്കാൻ അനുവദിക്കും, അല്ലെങ്കിൽ ജീവിക്കാൻ അനുവദിക്കും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അജൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള ആ സമയം വന്നെത്തുകയാണെങ്കിൽ പിന്നെ ഒരു നിമിഷം പോലും അമാന്തിക്കില്ല, നിങ്ങൾക്ക് പിടുത്തം വരുമെന്നുള്ളത്. ഇത് കുറച്ചുകൂടെ ക്രൂരമായിട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടെ കഠിനമായിട്ടുള്ള രീതിയിൽ സത്യനിഷേധികൾക്ക്, കപട വിശ്വാസികൾക്ക് ഉണ്ടാവും എന്നുള്ള മുന്നറിയിപ്പാണ് ഇവിടെ കിട്ടുന്നത്. അവരാകട്ടെ സന്മാർഗത്തിനെ കൊടുത്ത് ദുർമാർഗത്തെ വാങ്ങിയവരാണ്. പണ്ട് നമ്മൾ ഈ ബാർട്ടർ സിസ്റ്റം ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഒരു സാധനം കൊടുത്തിട്ട് മറ്റൊരു സാധനം വാങ്ങുക എന്നുള്ളത്. അതിൽ ലാഭവും നഷ്ടവും ഉണ്ടാവാറുണ്ട്. ഇവിടെ അവർക്ക് നഷ്ടം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്, സന്മാർഗം കൊടുത്ത് ദുർമാർഗം വാങ്ങിയെന്നുള്ളത്. സന്മാർഗം അവരറിയുകയും ചെയ്തു, എന്നിട്ട് അതിലേക്ക് മുന്നേറാതെ ദുർമാർഗത്തിനെ സ്വീകരിച്ച ആളുകൾ, അവർക്ക് നഷ്ടമല്ലാതെ ഈ ഒരു കച്ചവടത്തിൽ ഒന്നുമില്ല എന്നുള്ള മുന്നറിയിപ്പോടു കൂടിയാണ് ഈ രണ്ടായത്തുകൾ അവസാനിക്കുന്നത്. സൂറത്തുൽ ബഖറയുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പഠിക്കുവാനും അത് മനസ്സിലാക്കുവാനും ഖുർആൻ ജീവിതത്തിൽ പകർത്തുവാനും നാഥൻ നമ്മെ എവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.